ഡോക്ടർ മനോജ് ജോൺസണുമായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് കുറെ അധികം വർഷത്തെ ഒരു പരിചയമാണ്. അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ വളർച്ച ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ക്യാമ്പിലേക്ക് അദ്ദേഹം വരണമെന്ന് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എല്ലാ ക്യാമ്പുകളിലേക്കും അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കും. നഖത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് വിരയുടെ ശല്യമാണ്. ഈ വിര എന്ന് പറയുന്ന കാര്യം എല്ലാ ശരീരത്തിനും വിരയുണ്ട്. പക്ഷെ ഈ നഖം നീണ്ടു വളർന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചൊറിയല്ലേ, നമ്മൾ മനസ്സിലാവുന്നില്ല. ഈ പറയുന്നതിനകത്തുള്ള ബാക്ടീരിയകളും പാരസൈറ്റ് എന്ന് പറയുന്നത് വിരയ്ക്ക്, ഈ സാധനങ്ങളെല്ലാം ഇതിന്റെ മുട്ടകൾ ഇതിനകത്ത് കിടക്കും. ഇപ്പൊ ഈ മൈക്കിൽ ഫുള്ള് ബാക്ടീരിയയും ഫംഗസും ഒക്കെ ഉള്ളതാ. ഈ മൈക്കില് നമുക്ക് കാണത്തില്ല. നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സിലുണ്ട്, നിങ്ങൾ പിടിച്ച ബുക്കിലുണ്ട്, പേനയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആയതുകൊണ്ട് നിങ്ങളുടെ ബോഡിക്ക് അത് ബാധിക്കുന്നില്ല. അപ്പോ ഈ നഖത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്നാണെങ്കിലും നിങ്ങൾ നോക്കണം, നഖം ചെറിയ അളവിൽ വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം പിടിച്ചാലും തൂത്താലും ഇതാക്കിയാലും ഈ നഖത്തിനിടയ്ക്ക് സാധനം കയറി കഴിഞ്ഞ് ഉള്ളിൽ കയറിയാൽ ചിലരൊക്കെ ആസിഡ് ഉണ്ട്, അതുകൊണ്ട് ചത്തുപോകും. പക്ഷെ ഭൂരിഭാഗം സാധനം കുടലിൽ വന്നിച്ച് വീണ്ടും വര പെരുകും. അപ്പൊ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം വീണ്ടും വീണ്ടും അടിച്ച് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് മെയിനായിട്ടും കൈയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നഖം വെട്ടുക എന്നുള്ളത്. അത് ചെറിയ അളവിൽ പോലും പ്രത്യേകിച്ച് വലത്തെ കൈ. നിങ്ങൾ ഇടത്തെ കയ്യിൽ ചിലർക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഇടാനോ കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും വലത്തെ കയ്യിൽ ഒരു കാരണവശാലും പാടില്ല. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് പോയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഓടി പോയിട്ട് ഫുഡ് കഴിക്കുക. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നൊന്നുമില്ല. നമുക്ക് മനസ്സമാധാനമുണ്ട്, വെള്ളം നനഞ്ഞല്ലോ എന്നുള്ളതല്ലാതെ ഒരു മെച്ചവും ഇല്ല. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ അതിന്റെ ഭാഗമായിട്ട് എത്ര സമയം എടുക്കണമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കഴിയുന്നത് അവിടെ ഹാൻഡ് വാഷിന് വേണ്ടിയിട്ടുള്ള സോപ്പായിട്ടോ ലിക്വിഡായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ടേച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ മുകളോട്ടം കൂടെ ചെയ്യണം. അതായത് നമ്മൾ വെറുതെ വിരൽ മാത്രം കഴുകിയിട്ട് പോവുമല്ല, ഈ ഒരു അളവിൽ നിന്ന് തന്നെ താഴോട്ട് വേണം വാഷ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ആ ചെയ്യുന്ന സമയത്ത് പിന്നെ രണ്ടാമത് ടാപ്പ് ഓഫ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ ഓഫ് ചെയ്യുക. നിങ്ങൾ ഇതെല്ലാം ചെയ്തേച്ച് വീണ്ടും ആ കൈ കൊണ്ട് തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ ഈ രീതിയിൽ നമ്മളത് ശീലമാക്കി മാറ്റിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ വെള്ളം നനച്ചേച്ച് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിനകത്ത് ഫുൾ ബാക്ടീരിയകളാണ്. വെറുതെ നിങ്ങൾ പിടിക്കുന്നത്, ഇപ്പം കസേര വരുന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു ഇങ്ങോട്ട് മാറ്റി വെച്ചു, നിങ്ങളുടെ കൈ മൊത്തം ബാക്ടീരിയ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി വേണമെന്നില്ല. ചിലർക്കത് ബുദ്ധിമുട്ടാവും, ശ്വാസം മുട്ടല്, തുമ്മല്, അലർജി പ്രശ്നങ്ങൾ എല്ലാം തുടങ്ങും.